ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഈ വാക്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് നടത്തിയ ശക്തമായ ഒരു പ്രസ്താവനയാണ്. തങ്ങളിൽ ആരായിരിക്കും ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് തർക്കിക്കുന്ന ശിഷ്യന്മാരെയാണ് ഈ ഭാഗത്തിൽ യേശു അഭിസംബോധന ചെയ്യുന്നത്. മറുപടിയായി യേശു അവരെ ദൈവദൃഷ്ടിയിൽ മഹത്വത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ യേശു ഭൂമിയിലേക്ക് വരാനുള്ള തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കുകയും തൻ്റെ ശുശ്രൂഷയുടെ സത്തയെ ഉദാഹരിക്കുകയും ചെയ്യുന്നു. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാനാണ് എന്ന വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ മഹത്വത്തെയും ശക്തിയെയും കുറിച്ചുള്ള ലോകത്തിൻ്റെ ആശയത്തിൽ നിന്ന് യേശു സ്വയം വേറിട്ട് നിൽക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും പ്രശംസയും തേടുകയല്ല, മറിച്ച് ആവശ്യമുള്ളവരെ സേവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഇവിടെ ഊന്നിപ്പറയുകയാണ്. ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠരായിരിക്കുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യം പുനർമൂല്യ നിർണയം നടത്താൻ ഈ പ്രസ്താവന ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നു. മറ്റുള്ളവരുടെ മേൽ സ്ഥാനവും അധികാരവും തേടുന്നതിന് പകരം താഴ്മയിലും സേവനത്തിലും യഥാർത്ഥ മഹത്വം കണ്ടെത്തുമെന്ന് യേശു തെളിയിക്കുന്നു. ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുന്നത് അവൻ്റെ ജീവൻ അനേകർക്ക് മറുവിലയായി നൽകും എന്നുള്ളതാണ്. ഈ വാക്യത്തിൻ്റെ ഭാഗം യേശുവിൻ്റെ ഭൂമിയിലെ ദൗത്യത്തിൻ്റെ കാതലിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കാനാണ് അദ്ദേഹം വന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മോചനദ്രവ്യം എന്ന വാക്ക് അടിമത്തത്തിൽ നിന്നോ ആരെങ്കിലും മോചിപ്പിക്കുന്നതിനുള്ള പണമടയ്ക്കലിൻ്റെ ആശയമാണ് നമുക്ക് നൽകുന്നത്. ഈ സന്ദർഭത്തിൽ മനുഷ്യരാശിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും ദൈവവുമായി അവരെ അനുരഞ്ജിപ്പിക്കാനും യേശു മനസ്സോടെ തൻ്റെ ജീവൻ ഒരു മറുവിലയായി നൽകി. ത്യാഗപരമായ സ്നേഹത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഈ പ്രവൃത്തി ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഇത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആത്യന്തികമായ പ്രകടനത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ വാക്യത്തിലെ വിഷയങ്ങൾ അഗാധവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ പ്രതിധ്വനിക്കുന്നതുമാണ്. സേവക നേതൃത്വം എന്ന ആശയമാണ് കേന്ദ്ര പ്രമേയങ്ങളിലൊന്ന്. യേശു സേവകനായ നേതാവിൻ്റെ ഉത്തമ മാതൃകയെന്ന നിലയിൽ മറ്റുള്ളവർക്ക് എളിമയുള്ള സേവനത്തിലൂടെ യഥാർത്ഥ മഹത്വം കൈവരിക്കാമെന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെയും എല്ലാ വിശ്വാസികളെയും ഇവിടെ പഠിപ്പിക്കുന്നു. ഈ ആശയം ശക്തിയെയും അധികാരത്തെയും കുറിച്ചുള്ള ലോകത്തിൻ്റെ ഗ്രാഹ്യത്തെ വെല്ലുവിളിക്കുന്നു. ദൈവരാജ്യത്തിലെ മഹത്വത്തിലേക്കുള്ള പാത നിസ്വാർത്ഥ സ്നേഹത്തിലും അനുകമ്പയിലും അടിമത്തത്തിലുമാണ് കാണപ്പെടുന്നതെന്ന് ഇവിടെ ഊന്നിപ്പറയുകയാണ്. ഈ വാക്യത്തിലെ മറ്റൊരു വിഷയം യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനമാണ്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി നൽകുന്ന യേശുവിൻ്റെ ആശയം സുവിശേഷത്തിൻ്റെ കേന്ദ്ര സന്ദേശത്തെ പ്രതിഫലിപ്പിക്കുന്നു. തൻ്റെ ത്യാഗത്തിലൂടെ യേശു തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വീണ്ടെടുപ്പും രക്ഷയും വാഗ്ദാനം ചെയ്തു. ഈ വീണ്ടെടുപ്പിൻ്റെ ആശയം യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും പരിവർത്തന ശക്തിയെ അടിവരയിടുകയാണ്. തകർന്നതും പാപപൂർണവുമായ ലോകത്തിന് പ്രത്യാശയും അനുരഞ്ജനവും വാഗ്ദാനം ചെയ്യുന്നു. ഈ വാക്യത്തിൻ്റെ സന്ദർഭവും വളരെ ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു നിർണായക നിമിഷത്തിലാണ് അത് സംഭവിക്കുന്നത്. ആസന്നമായ തൻ്റെ ക്രൂശീകരണത്തിനായി അവൻ തൻ്റെ ശിഷ്യന്മാരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേതൃത്വത്തെയും മഹത്വത്തെയും കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യത്തെ പുനഃക്രമീകരിക്കാനും മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി താൻ ചെയ്യാൻ പോകുന്ന ത്യാഗത്തെ മുൻനിഴലാക്കാനും യേശു ഈ അവസരം ഉപയോഗിക്കുന്നു. യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ചും അവൻ്റെ പഠിപ്പിക്കലുകളുടെ സത്യയെക്കുറിച്ചും ശിഷ്യന്മാരുടെ ആശയത്തെ രൂപപ്പെടുത്തുന്നതിൽ ഈ വാക്യം ഒരു സുപ്രധാന നിമിഷമായി പ്രവർത്തിക്കുന്നു. ഈ വാക്യത്തിൽ ഒരു പ്രതീകാത്മക പ്രാധാന്യവുമുണ്ട്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു സേവക നേതൃത്വത്തിൻ്റെയും ത്യാഗപരമായ സ്നേഹത്തിൻ്റെയും ഉത്തമ മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ശുശ്രൂഷയും വിശ്വാസികൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാനുള്ള ഒരു മാതൃക തന്നെയാണ്.
തന്നെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് യേശു നൽകുന്ന സ്വാതന്ത്ര്യത്തെയും വീണ്ടെടുപ്പിനെയും മോചനദ്രവ്യം എന്ന ആശയം പ്രതീകപ്പെടുത്തുന്നു. ഈ വാക്യം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയും കുരിശിലെ അവൻ്റെ ത്യാഗപരമായ പ്രവർത്തനത്തിൻ്റെ പരിവർത്തനാത്മക സ്വാധീനത്തെയും കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. മർക്കോസ് 10:45 യേശുവിൻ്റെ ശുശ്രൂഷയുടെ സത്തയെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും ഉൾക്കൊള്ളുന്നു. ദാസ നേതൃത്വവും നിസ്വാർത്ഥതയും സ്വീകരിക്കുവാൻ ഇത് വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. അതേസമയം യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ഈ വാക്യം വിശ്വാസികളെ അവരുടെ വിശ്വാസയാത്രയിൽ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ ദാസനായ രാജാവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാനും ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.